കുറഞ്ഞ വിലയ്ക്ക് വീടുണ്ട് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യണ്ടേ? അവർക്ക് പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയല്ലേ ഇപ്പം ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ എടുത്തത്. മൊത്തം 28 ലക്ഷം റുപ്യ ചോദിക്കുന്ന ഒരു മുതലാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം 50 സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു 3 ബെഡ്റൂം വീടും. അത് നല്ല അടിപൊളി പ്രൈം ലൊക്കേഷൻ. അടുത്തൊക്കെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട്. വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ? പിന്നെ പ്ലോട്ടിന്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം. പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് അല്ലേ? മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടാണ് ഈ ഒരു വീട് കണ്ടില്ലെങ്കിൽ അതിന് നേരെ ഫ്രണ്ടിൽ നമുക്ക് ബസ് റൂട്ടാണ് വരുന്നത്. പിന്നെ മിറ്റത്തേക്ക് തന്നെ വണ്ടിയെല്ലാം കൊണ്ട് ചെല്ലാൻ സൗകര്യത്തിനുള്ള വഴിയെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് വറ്റാത്ത വെള്ളമുള്ള കിണറൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട്. മൊത്തം 50 സെൻറ്റ് സ്ഥലം, പിന്നെ 3 ബെഡ്റൂമുള്ളൊരു വീടും. പാർട്ടി ചോദിക്കുന്നത് വെറും 28 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ കിട്ടും. വെറും 28 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇനി ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് വായാട്ടുപറമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കരിന്തളം എന്ന് പറഞ്ഞ സ്ഥലത്താണോ. പിന്നെ നമുക്ക് നീലേശ്വരത്ത് നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ, അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 26 കിലോമീറ്റർ മാത്ര അകലത്തിൽ കരിന്തളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. കരിന്തളം വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിൽ ഏകദേശം ഒരു 300 മീറ്റർ മാത്ര അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് തന്നെ. നമുക്കിനി നേരെ വെച്ച് പിടിച്ചാൽ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി വായാട്ടുപറമ്പയ്ക്കാണ് ഇന്നത്തെ നമ്മളെ യാത്ര കേട്ടോ. കിടിലൻ വൈബ് കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകല്ലേ, നമുക്ക് പോയി നോക്കാം. ജില്ല പോകല്ലേ. പിള്ളേരുടെ ഈ ഓല് വെയിലത്ത് അതിൽ കടന്ന് വിങ്ങി വെന്തുരുകിയിരിക്കുന്നുണ്ട്. സുഖാണ്. പുറത്തേക്ക് ഓല ഇറങ്ങൂല. മൊബൈലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്ന് ഹലുവ ബേക്കറി കഴിഞ്ഞു. മറ്റേ സാധനം നിർക്കല്ലോ. ഇവന്റെ മെയിൻ ഗെയിമുകൾ ഗെയിമല്ലത് കണ്ടോ, അതാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഹണ്ണി ബണ്ണിയാ? ആർക്കറിയാം എന്താണ് ഹണ്ണി ബണ്ണിയാ? ഇതെന്താണ്? കഴിഞ്ഞു. ചൂച്ചയാണോ? അപ്പൊ ഏതായാലും പോവാം. നമുക്ക് പോവാം. പെരും വെയിലല്ലേ? പെരും വെയിലാണ്. വെയില് ഏത് വെയിലായാലേ ഇവര് വണ്ടിന്ന് ഇവര് പുറത്തേക്ക് ഇറങ്ങില്ല. ഇവര് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഒരു വെയിലായാലും വണ്ടി ഇങ്ങനെ നമ്മള് AC ഇട്ട് കൊടുക്കുന്നു, അതിനകത്ത് ഇരിക്കുന്നു. വണ്ടി തിരിച്ചിട്ട് നമുക്ക് പോവാട്ടോ. പോര് വണ്ടിയില്ല, വേമ്പാ പോര്. പോകോ? നേരെ പോന്നോ? നോക്കണ്ട ഞങ്ങള് അങ്ങോട്ട് പോയിക്കോ. വണ്ടില്ല, ഒന്നും എവിടെയും തടയല്ല. പോട്ടെ. അടിപൊളി റോഡാട്ടോ. ലേശം അങ്ങോട്ട് എടുത്തോ. പോകല്ലേ? നമ്മളേ ഫസ്റ്റ് വരുന്ന റോഡല്ലേ? ഈ സൈഡ് ഇങ്ങനെ ഇടയ്ക്ക് കട്ടിങ് ഉള്ളോണ്ടൊരു ഇതല്ലേ? ആ മെയിൻ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്താ? അങ്ങനെ മെയിൻ റോഡ് അന്നങ്ങനെ പോരും. ഞാൻ അങ്ങനെ വരാം. അപ്പോൾ അതങ്ങനെ ഇത്ര നടക്കാനുള്ള ദൂരം കേട്ടോ. ജസ്റ്റ് ഒരു 10 അടി നടക്കാനുള്ള ദൂരമുള്ള നമ്മളെ പ്ലോട്ടൊന്ന് ഈ മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടുള്ളതാണ്. ഇവിടെയാണ് ഇപ്പം നമ്മളെ പ്ലോട്ടൊന്ന്. അപ്പം ഇനി നേരെ വെച്ച് പിടിക്കാം നമുക്ക്. അവിടുന്ന് നമ്മൾ നേരത്തെ രാവിലെ വന്നു കേട്ടോ. ഇനി നേരെ ഇതിലാണ്ട് വീടായിരിക്കും. ഇതിലെ ചെറുപുഴ ചിറ്റായിരിക്കലാണ്ട് ബസ് വരുന്നത്. നീലേശ്വരം പോണ ബസ്സാണ് കേട്ടോ. ബസ്സൊക്കെ എപ്പോഴും ഉള്ളതാണ്. അപ്പം ഇനി നേരെ ചെറുപുഴ ചിറ്റാരിക്കൽ വായാട്ടുപറമ്പ. 1 മണിക്കൂർ 4 മിനിറ്റ് 44 കിലോമീറ്റർ വായാട്ടുപറമ്പിലേക്ക് വെച്ച് പിടിക്കാൻ നമുക്ക് കേട്ടോ. 1 മണിക്കൂർ പറയുമ്പോൾ ഏകദേശം എത്ര മണിക്ക് എത്തും? 11 12:30 ആകുമ്പോഴേക്ക് എത്തൂലേ? 12:10. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം അല്ലേ? അപ്പൊ പോവല്ലെന്നാ പോടാ. എനിക്കൊരു അലുവ കഷ്ണം തരിടാ. കറുപ്പ് അലുവ അല്ലേ? നട്സ് ഉണ്ടല്ലേ? കാരക്കൊക്കെ നട്സ് ഇഷ്ടം. പോണ റോഡാണ് കേട്ടോ. ആ പ്ലോട്ടാണ് നമ്മള്. ഈ കാണുന്നതിന്റെ തൊട്ടപ്പുറം റബ്ബർ തോട്ടങ്ങളായില്ലേ? കിട്ടാനായി വരുന്നേ ഉള്ളൂ. ഏത് അടുത്ത ടൗണെത്തി നമ്മള്? കോയിത്തട്ട.
എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. ഗവൺമെൻറ് മൃഗാശുപത്രി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്ത് ഓഫീസാണ്, പഞ്ചായത്താണ് ആ കാണുന്നത്. ഇത് ഹോസ്പിറ്റല്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അടുത്തടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 1 കിലോമീറ്ററും കൂടി ഇല്ലാന്ന് തോന്നുന്നു. ഒന്നുമില്ല. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. പഞ്ചായത്ത് ഓഫീസ്, ഗവൺമെന്റ് മൃഗാശുപത്രി, അങ്ങോട്ടൊക്കെ അതുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണിത്. ടൗണല്ല, ചെറിയൊരു സ്ഥലം അല്ലേ. ഭീമനടി 10 കിലോമീറ്റർ, വെള്ളരിക്കുണ്ട് 15 കിലോമീറ്റർ, ചിറ്റാരിക്കലിലേക്ക് 17 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ, കുറെ ആളുണ്ട്. പമ്പാണ്ട്, നല്ല പമ്പ്. എണ്ണടിക്കാൻ കയറിക്കൂടെന്നോ? എണ്ണടിക്കണ്ട, നമുക്ക് അടുത്ത പമ്പിൽ കയറാം. നല്ല ഭംഗിയുള്ള വീട്. റോഡ് കുഴപ്പമില്ലേ? അടിപൊളി റോഡാ. റോഡൊക്കെ ഒന്നും രക്ഷല്ല, അടിപൊളി റോഡുകളാണ്. ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ ഇവിടെ. പുതിയ വീടിന്റെ ഒക്കെ വർക്കും നടക്കണുണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം. അങ്ങനെ നമ്മൾ അടുത്തൊരു ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കാലിച്ചാമരം ബ്രസീലിന്റെ കൊടി കണ്ടോ? പോർച്ചുഗൽ എവിടെയുണ്ട്? റോഡിന്റെ വീതിയിലാണ് അർജന്റീനന്റെ കൊടി ശോഷിച്ചിരിക്കുകയാണ്. അവിടെ നോക്കിക്കേ, എന്റെ മുഖം ഒന്ന് കാണട്ടെ. ടീം മാറണമെങ്കിൽ ഇപ്പൊ മാറിക്കോ, ബ്രസീലിന്റെ കൂടെ കൂടിക്കോ. കളി തുടങ്ങിയിട്ടില്ല, തുടങ്ങണതിന് മുന്നേ മാറിക്കോ. ക്രിസ്ത്യാനൊക്കെ മറ്റേ ക്ലബില്, ഇത് വേൾഡ് കപ്പാണ്. ബ്രസീലിന്റെ ഒപ്പം കൂടണോ? CR7 പൊട്ടും, കളിയാക്കും. ഞാൻ പടക്കം പൊട്ടിക്കും. ഇറങ്ങി കിടക്കുമ്പോ ഞാൻ പടക്കം പൊട്ടിക്കും. തോറ്റ നമുക്ക് പടക്കം പൊട്ടിക്കണം കേട്ടോ. പൊട്ടിക്കും. എന്നാണല്ലോ കളി തുടങ്ങണേ? ഞങ്ങളത് കണ്ടാല് പടക്കം ഞങ്ങള് പൊട്ടിക്കും. അതിന് കൊറേ കാലം ഇഞ്ഞും കാത്തിക്കണം അല്ലേ? കാത്തിങ്ങനെ നിക്കണം. ഇപ്പൊ പൊട്ടുവോ. ടീം ഒന്നുകൂടി ഒന്ന് മൂക്കണം. ഞങ്ങളെ ടീമിനോട് മുട്ടാൻ ആരുണ്ടാ? ലച്ചുണ്ടോ ഓൻ്റെപ്പ? ഓളും ആയില്ല. പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകയാജി. ഏടാ മൂനെ, ലുക്കിലല്ല കാര്യം, പന്തിന്റെ തട്ടണേലാണ് അല്ലേ? ഒരു റൊണാൾഡോന്റെ റീൽ എന്തൊക്കെ കണ്ടായിരിക്കുമ്പോ എന്നതായിരുന്നു പറയണേ? ഏതായാലും നോക്കാം കുറച്ച് ദിവസം കൂടി. ആരാരുടെ മേലാധിപത്യം എങ്ങനെയാണ് പറയല്? പന്തളിന്റെ മറ്റേ സംഭവം ഉണ്ടല്ലോ, അനൗൺസ്. ആരാരുടെ മേലാധിപത്യം സ്ഥാപിക്കുമെന്ന് നേരിൽ കണ്ടറിയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നിങ്ങളെ കറുകമണ്ണ മിനി സ്റ്റേഡിയത്തിലേക്ക്. അപ്പൊ നമ്മള് കിനാനൂർ കരിന്തളം പഞ്ചായത്ത് വിട്ടു എന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞു. അനക്ക് വെറുതെ ഗെയിമും കളിച്ചിട്ട് എവിടെയെങ്കിലും ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൂടെ? ഗ്രൗണ്ട് ഇവിടെ വന്നാണ്ട് ആരോട് മിണ്ടൂല്ല, വർത്താനം പറയില്ല, കമ്പനി ഇല്ല, ഒന്നുമില്ല. ആകെ ഒരു കാശിനാഥ് കെയോ കാശിനാഥ് പി ഉണ്ട്. പിന്നെ അതിന്റെ ഒരു കൂട്ടുകാരന്റെ പേരെന്താ? അല്ല, ജിയോണ്. ഓലൊക്കെ അവിടെയും ഇവിടെയും. നിന്റെ വാട്സപ്പിൽ വിളിക്കുന്ന പിള്ളേരുടെ പേരെന്നതാടാ? ദർശിക്ക്. പയ്യന്നൂരിന് ബസ് പോണ്.
ഫ്രണ്ട്സൊക്കെ കുറെ ഉണ്ടോന്. നാട്ടിലുണ്ട്. നാട്ടില് കുറെ ഫ്രണ്ട്സ് ആയില്ലേ നിങ്ങൾക്ക്? ചെന്ന് ഇറങ്ങിയപ്പോഴത്തേനെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് വീട്ടില്. അല്ല നാട്ടില് ആ പിന്നെ അതിലെന്തിലൊക്കെ സൈക്കിൾ എടുത്ത് വണ്ടി എടുത്ത് പോക്കല്ലേ, കണ്ടമാനാണ് പരിചയമായി. കുഞ്ഞാറ്റ, പിന്നെ വേറെ സായി, കുഞ്ഞാറ്റ, അവിടെ ഇഷ്ടം പോലെ പിള്ളേരല്ലേ. ചെമ്പൻകുന്ന് എന്താ പേരും വളവന്റെ ഉള്ളല്ലോ ഇതില്. വളവും തിരിവും തിരിഞ്ഞു മറിഞ്ഞു പോണം. ഇവിടെ ഈ ലോങ് എന്നൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും ഇവിടെ എത്തുമ്പോൾ കൊടുങ്ങും. വണ്ടിക്കകത്ത് കിടന്നിങ്ങോട്ട് ഡ്രൈവിംഗ് അടിക്കാത്ത ആൾക്കാർ ഇന്നാൾ വന്ന ചെങ്ങൻ്റെ മാതിരിക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ 2 ദിവസം എഴുന്നേക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ 100-120 പോകും വേണം. വളവും തിരിവൊന്നും അവനെ നോക്കണം കൂടില്ല. ഇവിടെ ഈ ഒരു വളവണ്ട് എത്തിക്കഴിഞ്ഞിട്ട് ഏറ്റവും തിരിക്കലാ. എങ്ങനെയാണ് ഇങ്ങനത്തെ ആട്ടിയല്ലേ ചവിട്ടാണ്ട് വിട്ട് തിരിക്കല. ഞാൻ 2 ദിവസം എഴുന്നേറ്റിട്ടില്ല അവൻ്റെ ഒപ്പം പോയിട്ട്. മതിയായി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ പോയി നമ്മളെ കൊണ്ടേ കാണിക്കും. ഓരോ വണ്ടിയിൽ ഞാൻ പോവില്ല. എക്സ്പ്രസ്സിൽ ഡ്രൈവറായിരുന്നു കാരണം. എന്തിലാണാവോ വണ്ടി നിലം തൊട്ടിട്ടില്ല. ഞാൻ കൊറേ ബ്രേക്കൊക്കെ ചവിട്ടുണ്ട് എന്റെ കാലും കൊണ്ട്. ബ്രേക്ക് അപ്പുറത്തല്ലേ. അങ്ങനെ ജീപ്പ് എടുക്കണോ? ഓന്റെ കയ്യിലായിരുന്നു എന്റെ ജീവിതം. എന്റെ ജീവൻ. ഞാൻ തിരിച്ച് വീട്ടിലെത്തുമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയാണ്ട് ബസ്സിന് നോക്കാൻ കരുതിയിരുന്നു. ഞാൻ കുറച്ച് നേരം ഇറങ്ങി ബസ്സിന് പോയാലോന്നൊക്കെ വിചാരിച്ചേനെ. പിന്നെ കണ്ണും പൂട്ടാണ്ടിരുന്ന് അല്ല പിന്നെ വേറെ നിവർത്തിയില്ല. കുന്നുംകൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിയാണ്. ഇവിടുന്ന് ഒരു തിരിച്ചിലുണ്ട്. നമുക്ക് എങ്ങോട്ട് വേണേലും പോകാം. ചിറ്റാരിക്കൽ ചെറുപുഴയ്ക്ക് വേറെ റൂട്ട്, കമ്പല്ലൂർ കടുമേനിക്ക് പോകണമെങ്കിൽ വേറെ റൂട്ട്, പിന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് പോകണമെങ്കിൽ വേറെ. നേരെ ഭീമനടി വെള്ളരിക്കുണ്ട്, വലത്തോട്ട് ചിറ്റാരിക്കൽ ചെറുപുഴ. നമുക്ക് വലത്തേക്ക് പോകണ്ടേ? അങ്ങോട്ട് പോകണോ? അല്ല ഇനി നമുക്ക് നേരെ നേരെ ചെറുപുഴ പിടിക്കാം. ചെറുപുഴ ചെറുപുഴ എത്തിട്ടാക്കാം. 165 കിലോമീറ്ററും കൂടി ഓടും. അതെത്തും. പുഴയുണ്ട്, പുഴയിലൊക്കെ വെള്ളമായി ഉള്ളൂ. തുടങ്ങണ്ടല്ലേ. പശുക്കിടാങ്ങളും വെയ്യുണ്ടായില്ലേ. ചിറ്റാരിക്കൽ മണ്ഡപം. നമുക്ക് നേരെ ഞാൻ അടുത്ത ടൗണിലേക്ക് എത്തിയിട്ട് റോഡുകളൊക്കെ കണ്ടോളി നിങ്ങള്. നല്ല നല്ല കിടിലൻ റോഡുകളും. ആ പടവ് പോയിക്കേ. അടിപൊളിയായിട്ട് പഠിത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കൊണ്ട് ഇടിച്ച് കയറുവോ? പടവൊക്കെ നല്ല രീതിയിൽ പഠിത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെടും. നമുക്കേ ഇപ്പറ വഴി പോണോ നേരെ വഴി പോണോ? എങ്ങനെയും പോവും. നേരെ പോവാം. ഞാൻ എൻ്റെ മാപ്പിൽ വിശ്വസിക്കുന്നു. ഇതിൽ പോയ എവിടെ എത്തുക? കമ്പല്ലൂർ വഴി കടുവേനി വഴി ചിറ്റാരിക്കലിൻ്റെ അപ്പുറം നല്ലോമ്പുഴയാണെന്നാണ് എത്തുന്നത്. നല്ലോമ്പുഴക്കാണ് എത്തുക. ആ തയ്യന്ന് റോഡുണ്ട് അവിടെയോ? റോഡ് കുറച്ച് ഇങ്ങനത്തെ റോഡാണ്, മോശമില്ല. പക്ഷേ അപ്പുറത്തെ റോഡിന് പോയാൽ നല്ല റോഡാ. അതിന് പോയാൽ മതിയെന്ന്. ഇത് ചിലപ്പോൾ എളുപ്പം എത്തുന്നതാവും, പക്ഷെ ഇത് കടകടാന്ന് സൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ വീടുകളൊക്കെ ഇഷ്ടം പോലുള്ള ഏരിയ ആണ് കേട്ടോ. നല്ലൊരു സ്ഥലത്ത് കൂടെയാണ് പോണത്, പച്ചപ്പുള്ള. ഞങ്ങൾക്ക് നേരല്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാമായിരുന്നു. നമ്മളെ വീഡിയോ ഫുള്ള് സ്ഥിരമായിട്ട് ഇരുന്ന് കണ്ട് നമ്മളെ സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഇരുന്ന് കണ്ട് ഇങ്ങനെ പോകാം അല്ലേ. അവിടെ പണ്ട് കിട്ടിയിട്ടില്ലേ? അവിടെ കുട്ടിയുണ്ട്. ഓ കയറ്റാണ്. ഇന്നാള് വന്നപ്പോ റോഡ് സൈഡൊന്നും കെട്ടിയിട്ടില്ലായിരുന്നല്ലോ. സൈഡിലേക്ക് ചാടി മറിഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ
റോഡിന് വീതി കൂട്ടി അവിടെ കേട്ടോ കോൺക്രീറ്റ് ആക്കിയാണ്ട്. കുറച്ചും കൂടിയാണ് വീതി കൂട്ടിയായിരുന്നെങ്കിൽ ഒന്നുകൂടിയാണ് സെറ്റ് ആക്കിയല്ലേ. ഇവിടെ നല്ലൊരു നോക്കിയ കവുങ്ങും തോട്ടം, അതിന്റെ ഇടയ്ക്ക് ഫുള്ള് പ്ലാവ്, പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവില്ലേ അതാണ് ഫുള്ള് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്ലാവ് കായ്ക്കുന്ന വെച്ചിട്ട് എന്തായാലും കൊണ്ട് ഗുണം എന്താണ്? അത് ചക്ക വിൽക്കാൻ വേണ്ടിട്ടാവും. ഉള്ള ചക്ക തന്നെ തിന്നാൻ ആളില്ല. അല്ല വിൽക്കാനേ ഇതൊക്കെ ആരെയും മേടിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുപോണവരുണ്ട്, എവിടുന്ന് നമ്മളതിലൊക്കെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. എത്ര കാലം ചക്ക അതിലെ ഓരോ തോട്ടത്തിൽ പോയി മറ്റേ പഴുത്ത് കിടക്കും. നമ്മള് എപ്പോഴും ഓരോന്ന് തിന്നണമായിരിക്കല്ലേ, ഇത് വിലക്ക് കൊണ്ടുപോണവരുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഓരോ തോട്ടത്തിലും വന്നിട്ട് ആരോ ചക്ക എടുത്തുകൊണ്ട് പോകണം, കൊടുക്കണം. നല്ലൊരു റോസ് പെയിന്റ് അതിന്റെ കാർ പോർച്ച് കണ്ടോ, കാർ പോർച്ച്. അങ്ങനെ നമ്മൾ എവിടേക്കോ എത്തി. സ്ഥലപ്പേര് ചിലതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. മൗക്കോട്, അത് മൗക്കോട്. ഇവിടെ കടയിൽ നിന്ന് ഒരിക്കൽ നമ്മള് കപ്പ മേടിച്ചില്ലേന്നോ? മൗക്കോട് ആ കട അല്ലേ? ആ കട കർണാടക രജിസ്ട്രേഷൻ വണ്ടിയിട്ടല്ലോ മൗക്കോട് നേരിയതിന്. മെയിൻ റബ്ബർ, തെങ്ങ്, കവുങ്ങ്, ഈ വക കൃഷികളല്ലാതെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ അധികം കാണാനില്ല. പിന്നെ ഇങ്ങനെ അതേപോലത്തെ കുറച്ച് കുന്ന്, ചെറിയ ചെരിവുള്ള സ്ഥലങ്ങളായിരിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക അല്ലേ. നിരപ്പ് സ്ഥലങ്ങൾ കുറവല്ലേ? കുറവാണ്. പോണ റൂട്ടിലൊക്കെ നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, കുടുംബാരോഗ്യ കേന്ദ്രം. സന്ദീപ് വാര്യരുടെ ഫോട്ടോ കണ്ടല്ലോ അവിടെ. മൗക്കോട് പള്ളി താഴെയാണ്. അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ മുണ്ടാട്ടല്ലോ, ഉറക്കം വരാൻ തുടങ്ങിയോ? നിങ്ങളെന്താ സൈലന്റ് ആയി? രാവിലത്തെ മഴയുടെ ഒരു ഇത് പോയില്ലേ? അത് പോയി. വെയിലൊന്നും നല്ല വെയിലായില്ല, ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഇത് മാറ്റണം എന്ന് പറഞ്ഞത് അത് മാറ്റിട്ടാ വേറൊരു കളറിന്റെ വലിപ്പമുള്ളതോ? അത് ഇതേലൊന്നും അടിക്കൂലേ? അത് സാരില്ല, അതൊന്ന് ഇട്ടോ നോക്കിയ അത് പറ്റുമോന്ന് അറിയാന് കേട്ടോ. എന്റെ പണി തന്നെ സ്റ്റിക്കറോട്ട് സ്റ്റിക്കറേയും പറിച്ചു. സ്റ്റിക്കർ ഫുള്ള് പോയി. ചേട്ടായി സ്റ്റിക്കർ അടിക്കുമ്പോ ഞൊക്കിളി ആർക്കും കണ്ണില് കാണാത്തതായിരിക്കും. എന്റെ ഇതിനനുസരിച്ച് വലിയതാക്കി ഇത്രയും വലുപ്പത്തില് വലിയ പേരിലാണ്ട് അടിച്ച്. ചേട്ടായി എയിലെ പോയാലും ഈ റോഡിനൊക്കെ വന്നു കഴിഞ്ഞുള്ള സുഖം എന്താ വെച്ചാല് തിരക്ക് വളരെ കുറവായിരിക്കും അല്ലേ? ആ തിരക്ക് കുറവാ. റൊസാരിയോ എന്നും മറ്റേ ചിറ്റാരിക്കൽ പമ്പിന്റെ അവിടെ ഉണ്ടാവലുണ്ടല്ലോ. ഇന്നെന്താ പറയാ, തിരക്ക് കുറവ്. ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഗൈസ്. ആരും അധികം പുറത്തിറങ്ങുന്നില്ല. സൺഡേ ഹോളിഡേ. പാടിയൊട്ടിച്ചാല് പോണ റോഡ്, അത് കമ്പല്ലൂരൊക്കെ പോണം. കിട്ടുന്നുണ്ട് കടുമേനിയിലേക്ക് എത്താനായില്ലേ? SNDP AUP സ്കൂള് അവിടെ. ഇവിടെ നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം, പ്ലോട്ട് ആക്കി കൊടുക്കാം. റബ്ബറായിരുന്നത്. കടുമേനി പള്ളി കാണാം അങ്ങകലെ ഉണ്ടോ? അങ്ങ കാണാണ് പള്ളി. കടുമേനി ചർച്ച് ഇതിലാണ് പോകുന്നത്, ചർച്ചിലോ. നമ്മുടെ കടുമേനി ടൗൺ. ടൗണിൽ തന്നെ നമ്മളൊരു വീഡിയോ ഇവിടെ എവിടെയോ ഇട്ടുണ്ടല്ലോ, നമ്മളൊരു ബിൽഡിങ്ങിന്റെ. സെയിലായോ? ആണോല്ല. ഇതല്ലേ 5 സെന്റ് സ്ഥലം, ആ ഒരു ബിൽഡിംഗ്. വീടുകളൊക്കെ എല്ലാ വീടുകളുണ്ടല്ലോ ഇതിലൊക്കെ. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ. വലിയ വലിയ വീടുകളിലെ ഏരിയ ആണ് കേട്ടോ.
അപ്പോൾ ടൗൺ തന്നോട്ട് നോക്കി നല്ലൊരു തണൽ കവുങ്ങുന്തോട്ടം ഏ അങ്ങനെ ആക്കണം. എന്ത് വീടും സ്ഥലമൊക്കെ ആക്കുമ്പേ നിറയെ കവുങ്ങെല്ലാം വെച്ച് ആ ടൈമിൽ കൂടെ എല്ലാം കൊടിയും പിടിപ്പിക്കണം. കൊടി കുരുമുളക്. മഴ പെയ്ത കാരണം റോഡെല്ലാം സൈഡെല്ലാം ഫുള്ള് പച്ചപ്പ് ഇങ്ങനെ വേറെ തന്നെ അല്ലേ, നല്ല ഇതായി തെളിഞ്ഞു. കുരിശുപള്ളിയാണ്ടേ. അങ്ങനെ നമ്മൾ നല്ലോമ്പുഴ തന്നെ ബോംബെ മുക്ക് നമ്മളാ ഇവിടുന്ന് വരുന്ന ബോംബെ മുക്ക് അത് ആയിരിക്കും. അതിൽ ചെന്ന് നേരെ നമ്മൾ അവിടെ ബോംബെ മുക്കിലോട്ടാണ് ചെന്നെത്തുക. ബോംബെ മുക്ക് മറ്റേ ചീമേനി പോണ വഴിയില്ല, എവിടെ ഇല്ല, എവിടെ ചെറുപുഴ പോണ വഴിയാ. ആ മറ്റേ പെൻഷൻ മുക്കാണല്ലേ. ബോംബെ മുക്ക് നമുക്ക് മഞ്ഞക്കാട് എത്തുന്നതിന് മുന്നേ അവിടെ എവിടെയല്ലേ ചെറുപുഴ. അവിടെ എവിടെയാണ് ചെറുപുഴ കഴിഞ്ഞിട്ട് ബോംബെ മുക്കല്ലത്. പറയൂ ചെറുപുഴ എത്തിയിട്ടില്ലല്ലോ നമ്മള്. നല്ല കളർ പെയിന്റ് വീടിന്റെ വലിയ വീട്. ആ വീട് നോക്കിയ വേറെ സ്റ്റൈല് കണ്ടോ. ആഹാ പണി കഴിഞ്ഞിട്ടില്ല. പണി പുതിയ മോഡലില് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. മോഡല് വീടുകളായി ഓരോ റൂട്ടിലെ ഇറക്കാണ് കേട്ടോ. ലോഡിങ് കഴിയുമ്പോഴത്തേന് സ്വർഗ ബിൽഡേഴ്സ് ഒക്കെ ആകുമോ അത് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ നോക്കി കവുങ്ങുന്തോട്ടാണ് അപ്പുറം എല്ലാം ഫുള്ള് കവുങ്ങും അതിൻ്റെ ഇടയ്ക്കൊക്കെ തെങ്ങും. സ്വർഗ റിയൽ എസ്റ്റേറ്റിന്റെ അല്ലേ ബിൽഡേഴ്സ്. 5 സെന്റ് സ്ഥലം എടുക്കുക, അതിനകത്തൊരു വീട് 5-6 സെന്റ് സ്ഥലം എടുക്കുക, വീട് പണിയാ സെയിൽ ചെയ്യുക. 5-6 വേണ്ട, ഒരു വീട് വെക്കാൻ അത്ര 6 വേണ്ട, 5 മതിയാവും അല്ലേ. 6 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും ലോൺ കിട്ടുള്ളൂ. അങ്ങനെ പരിപാടി നോക്കാം. നമ്മൾ മംഗലാപുരത്ത് ഒരിക്കൽ പോയിന്നോ, അവിടെ ഫുള്ള് 5 സെന്റിലെ വീട്, 4 സെന്റിലെ വീട്, 5 സെന്റ് സ്ഥലം വെച്ചിട്ട്. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. ഇപ്പൊ നല്ലോമ്പുഴ എത്തിയത്. അതെ ഇല്ല ഇവിടുന്ന് പോട്ടെ അങ്ങ ഒരു സ്കൂട്ടി. ചിറ്റാരിക്കൽ നിന്ന് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മള് നേരെ ഇങ്ങനെ വരിക. ഇനി നേരെ ചെറുപുഴ. നമുക്ക് ചെറുപുഴ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ ചെറുപുഴ ടൗണിലേക്ക് എത്താനായില്ലേ. കാസർഗോഡ് ജില്ലയാണ് തീരാണ്. കണ്ണൂർ ജില്ലയിലോട്ടാണ്ട് കടക്കാണ് നമ്മള്. ഈ പാലം കടന്ന് അക്കരെ ചെന്ന് കഴിഞ്ഞാല് അത് നമ്മുടെ കണ്ണൂർ. ഇത് നമ്മള് ഇപ്പൊ കാസർഗോഡ് തോണ്ടേ ആ കാണുന്നത് കണ്ണൂര്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വ്യൂ. നല്ലൊരു പുഴ അല്ലേ. KCB വർക്കൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്, കാരണം മഴയൊക്കെയാണ് വരുന്നത്. അപ്പം നല്ല അതിന്റെ വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ വർക്ക് എടുത്തു വെച്ചാല് മഴക്കാലത്ത് പണി കുറച്ച് കുറയും. ചെറുപുഴ ഇനി പറഞ്ഞ അങ്ങോട്ട് ചെറുപുഴ ടൗൺ ആണ്. ഗൂഗിൾ മാപ്പ് പറയുന്നത് ചെറുപുസ അല്ലേ. ഇന്ത്യന്റെ പമ്പുണ്ട് നമുക്ക്. നമ്മളെ മറ്റേ പമ്പ് എവിടെയായിരുന്നു? അപ്പുറമാണ്. നായരയില് പോവാം. നായര അപ്പുറത്ത്. നമുക്കേ ചേർത്തല്ലി റോഡിനാണ് പോകേണ്ടത്. ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. ചെറുപുഴ നമുക്ക് ഇനി നേരെ ചേർത്തല്ലി റോഡിന് കയറണം അല്ലേ. നല്ല വെയിലുണ്ടല്ലോ. ഇവിടെ മരം കൊണ്ടൊന്ന് കൂട്ടിട്ട് ഇവിടുത്തെ മരം മുറിച്ചതാ. JCB ഉണ്ടല്ലോ മുന്നില്. JCB കൊണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോണം. നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിയാൻ സമയമായി. ഇടത്തോട്ട് തിരിയുക. അങ്ങനെ നമ്മള്
ഇനി നമുക്ക് നേരെ തേർത്തല്ലി ടൗണിലേക്ക് എത്തിയിട്ട് കാണാം അല്ലേ? നേരെ ചേർത്തലി. അടുത്ത ടൗൺ അവിടെ നമുക്ക്. ഈ റോഡേ ആ ഡേഞ്ചർ റോഡാണ്. വണ്ടി 3 എണ്ണം ഇടിച്ചു വെക്കണം. അല്ലെങ്കിൽ എന്താലേ അത് നേരെ എന്താ പറയാ നേരെയുള്ള റോഡായതുകൊണ്ടേ അവിടെ നിന്ന് കയറി വരുമ്പോൾ കാണില്ല. ഓവർടേക്ക് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കൂല. പിന്നെ വേറെ ഇവിടെ അടുത്ത് സ്കൂളും ഉണ്ട്. അവിടെ അവിടുന്ന് സ്ലോ ആക്കും വേണം. അവിടെ ഇതെന്തെങ്കിലും വെക്കണം അല്ലേ? അങ്ങനെ വാണിയംകുന്നെത്തി സംഭവം പൈപ്പ് കൊറേ ഉണ്ടല്ലോ. ഫുൾ ലോഡാ? ഫുള്ള് ലോഡാണ്. കെട്ടിയിട്ടില്ല. ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടിട്ടുണ്ടോണ് അതിന്റെ ഉള്ളിൽ കൂടെ കെട്ടിയിട്ടാണ് അല്ലേ? ഇതെന്തേലും അല്ലേ ഈ പൈപ്പ് കൊണ്ടുവന്നിട്ടേക്കണത്? ഇനി ഇത് മൊത്തം കുഴിച്ച് അങ്ങനെ ഇട്ടിട്ട് തീരണല്ലേ? പൊടികളാണ്ടേ ലോഡ് കണക്കിന് കൊണ്ടുപോണ്. പൊടികൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. യൂണിറ്റ് ടേസ്റ്റ് ആണ്ടേ. പൊടികൾ വേണോ? എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതിനകത്ത്. നമ്മൾ ഈസ്റ്റേണിന്റെ വണ്ടി ഇങ്ങനെ ഇടയ്ക്ക് പോണ കാണലുണ്ടല്ലേ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ഉണ്ടാകുമോ? ഇതൊക്കെ എന്തേലും ഓരോ കടകളിൽ നിർത്തി പോണ്ടവര് ഓർഡർ അനുസരിച്ച് അങ്ങനെ കൊണ്ടുപോകണാവൂലേ? വെയിലൊക്കെ പോയിപ്പോ പൊടി ഉണ്ടാക്കണല്ലേ ഒരു. ഈ കണ്ട കടകളിലോട്ടെല്ലാം കൊണ്ടുപോകണമെങ്കിൽ എന്തേലും സാധനങ്ങൾ ലോഡ് കണക്കിന് വീടുകളിലോട്ട് മൊത്തം കൊടുക്കണ്ടേ? വീടുകളിലോട്ട് വേണം. അതിനനുസരിച്ച് കടകളിൽ കൊണ്ടുവന്നേക്കണം. അതിനനുസരിച്ച് പൊടിപ്പിക്കാൻ അവർ കൊണ്ടുവന്ന് ലോഡ് ഇറക്കണം അല്ലേ? എത്ര സാധനം വേണപ്പോ? ഒരു തേർത്തല്ലി എത്തിയില്ലപ്പോ നമ്മള്. തേർത്തല്ലി എത്തി. അങ്ങനെ നമ്മള് തേർത്തല്ലി ടൗണിക്ക് അങ്ങോട്ട് എത്തിയപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ അടവാണ്. അവിടെയൊക്കെ അടച്ചിട്ടേക്കാം. അതും അടച്ചിട്ടേക്കാം. ബീഫ് വാങ്ങാനും വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇരിട്ടി, പാണത്തൂര്. പാണത്തൂരിന്ന് വരെ ഇരിട്ടിക്ക് വണ്ടി എടുത്തോണ്ട് പോവാണ്ട് ഇല്ലവരോട് എന്തോ പണിയാ ഉണ്ടാവും. മെയിൻ പ്രശ്നം അതാണ്. മൊത്തം കൂൾബാറും മറ്റേ ബേക്കറി ഒക്കെ ഉണ്ട്. അല്ലാത്ത കുറെ അടവാണ്. പള്ളിയാണ്ട് അവിടെ. ഇടയ്ക്കെല്ലാം ചില കടകൾ തുറന്നിട്ടുണ്ട്. ബാക്കി ഫുൾ അടവാ. കോൾഡ് സ്റ്റോറേജ്, ചിക്കൻ സ്റ്റാളാണ്. ഫുഡ് എപ്പോൾ കഴിക്കും? ഫുഡ് കഴിക്കണം. അതിന് പമ്പന്ന് വെള്ളം എടുക്കണം. നമ്മൾ ഒരിക്കൽ ഇവിടെ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. അവിടെ നല്ലൊരു സ്ഥലം. പക്ഷെ ഇപ്പൊ കഴിക്കാനാവില്ല, പെരും വെയിലാവും. ഗായ്സ് അങ്ങനെ ആലക്കോട് എത്തിട്ടോ. ആലക്കോട് എത്തിന്ന് പറഞ്ഞാൽ എന്നത്തെമാർക്ക് തിരക്കന്നല്ലെന്ന്. കടകളൊക്കെ അടവാണ്. കുറേ കടകള്. കുറച്ചേ ഉള്ളൂന്ന്. വണ്ടികൾ കുറവാണ്. ഫുൾ ക്ലോസ്. സാധാരണ നമ്മൾ കാണുന്ന ആലക്കോട് ടൗൺ അല്ല ഇന്നത്തേത്. ഇപ്പം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഒരു ആലക്കോട് ടൗൺ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ്. ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ കുറച്ചുണ്ട്. എന്നും തിരക്കുള്ള ആൾക്കാരുണ്ടായാല്. വണ്ടികൾ കുറവായിരുന്നു. പിന്നെ എന്നും തിരക്കുള്ളവരുണ്ടായാല് ചറപറ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും. വണ്ടികളൊക്കെ കൂടുതലുണ്ടാവും. പക്ഷെ ഇന്ന് വണ്ടികൾ കുറെ കുറവാണ്. നല്ല അടിപൊളി ഓണാണ്. നല്ല രസമുണ്ടോണ്. നമ്മളെ ഓണം അങ്ങനെ തന്നെ അല്ലേ? നമ്മളത് അങ്ങനെ നമുക്കൊന്നും അടിച്ചെടുത്താൽ മതിയെന്ന്. അത് തന്നെയാണ് ഇതെന്ന് പറഞ്ഞാണ്ട്. ബൈക്കിനിപ്പൊ തട്ടിക്കോ പഠിച്ചോനെ? നമ്മളോടുള്ള കരിപ്പിനാണോ പോണത്? നമ്മളോട് എന്തിനാ കരിപ്പ്? നമ്മളെ കൂടെ അല്ലേ പോയത്? ഓണം അങ്ങനെ അടിച്ചു പോകുന്നല്ലേ? അങ്ങനെ പള്ളീന്റെ അടുത്തെത്താനായി. ആലക്കോട് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു കയറ്റം. ചെറിയ കയറ്റമാണ്.
കയറ്റാൻ കയറിയ ഉടനെ തന്നെ വലത്തോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് ആലക്കോട് പള്ളി. എനിക്കത് മേടിച്ചു പിടിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകുന്ന ക്യാമറയുണ്ട്. ഞാനത് മേടിച്ചു പിടിച്ചാൽ എന്റെ ഖജനാവിലെ കായി ചിലപ്പോ 2000 കുറയും. ബസ്സാകണ പോണ് എങ്ങോട്ടാണ്? ഇരട്ടി. നേരത്തെ കണ്ട ബസ്സാണ് ഇരട്ടി പാണത്തൂര്. ഇപ്പൊ എവിടുന്നപ്പോ വന്ന് അയാൾക്ക് റോഡൊന്നൊരു വിഷയം ഇതല്ല കേട്ടോ. ആ ബൈക്കാരനിപ്പോ തട്ടണ്ടായിരുന്നു, ബൈക്കാരൻ തിരിഞ്ഞു നോക്കി പോണ്ട്. പോട്ടെ, വളവിൽ നിന്ന് തന്നെ ഓവർടേക്ക് ചെയ്ത് പോകണം, അപ്പോഴല്ലേ നമുക്ക് എന്താ ഇവിടെ ഒരു ചെറിയും കളിയും. ഇതെന്താണ് ഇവിടെ? ഭയങ്കര കളിയാണല്ലോ. ഇരിക്കാൻ പറ്റണില്ലേ? തണുക്കുണ്ടോ? തണുത്തിട്ട് നിന്നെ ചാരിയിരിക്കണാണ് കുഞ്ഞാവേ. അതാ ഇരട്ടി പാണത്തൂര്. ഒരു ഇരട്ടിക്ക് പോകാണ്, പാണത്തൂരിൽ നിന്ന് വരുന്നാണ് അല്ലേ? അങ്ങനെ കറങ്ങി പോകാണ് എപ്പോ എത്തുഞ്ഞ്? ഒരു ദിവസം എത്ര ഇഷ്ടം പോലെ പമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പൺ ആയില്ല, ചെയിൻ ഇട്ടിട്ടുണ്ട് അവിടെ. അതൊന്നും ഇല്ലായിട്ടാണോ? അല്ല, ഇവർക്ക് ഒരു ദിവസം 2 ട്രിപ്പൊക്കെ പറ്റും. ഇനിയിപ്പോ അവിടുന്ന് വേറെ എങ്ങോട്ടേലും പോവായിരിക്കും അല്ലേ? ഇരുട്ടി പാണത്തുകൊണ്ട് ചെറുപുഴ, ആലക്കോട്, പയ്യാവൂര്, ചെങ്കേരി, ചിലപ്പോ ഇനി വേറെ റൂട്ട് കൂടെ പോകും. ഈ ഹോട്ടൽ മാറ്റി ഇങ്ങോട്ടാക്കിയതാണോ അതോ ഈ ഹോട്ടൽ ആ ഹോട്ടൽ വന്നപ്പോ ഈ ഹോട്ടൽ പൂട്ടിയതാണോ? ഒന്നും അറിയില്ല. ഇവിടെ മഞ്ഞ കളറായിരുന്നു ആദ്യം, ഇപ്പൊ നീലാക്കിന്. ലച്ച് ചായക്ക് ചെന്ന് വില ചോദിച്ചിട്ടുണ്ട്. 90 റുപ്യ. 50? ഫിൽറ്റർ കോഫിയിലെ പിന്നെ എനിക്ക് എനിക്ക് ഫ്രീ ആയിട്ടുണ്ട് മറ്റേ ഇത് ചേട്ടൻ ചെന്ന് ചിരിച്ചിങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അത് സാധാ കട, ചെറിയ കട അല്ലാതെ കുറച്ച് റിച്ച് ആണ് അവിടെ. 12 റുപ്യക്ക് ചായ ഇട്ടും വിചാരിച്ചാണ് പഞ്ഞ് ഇറക്കിച്ചല്ല. ആള് കുറച്ചുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ സമയം നട്ടുവച്ച സമയം 12:15 നമ്മൾ അടുത്ത് എവിടേക്കാണ് എത്തുന്നത്? കാവാലെന്നോ? എവിടെ? കാവളം. കാവളം ട്രാവൽസ് എന്നാണോ കാവാലം ട്രാവൽസ് എന്നാണോ? കാവാലം. കവലം എന്ന് വായിക്കാം, കാവാലം എന്ന് വായിക്കാം, കാവാളം, എന്തുകൊണ്ടിലും വായിക്കാം. കാവളം. ലായായിട്ടും പറയാം, ലായായിട്ടും പറയാ അല്ലേ? പറഞ്ഞപ്പോ നമ്മള് കരുവഞ്ചാലെത്തില്ലേ? ഒരാള് വണ്ടി പഠിച്ചു പോകുന്നുണ്ട്. ഈ വണ്ടിയാണോ? XUV 300. അത് നമ്മള് നോക്കിയില്ലായിരുന്നു ആ വണ്ടി. നമ്മള് നോക്കിയതിന് സൺറൂഫ് ഒക്കെ ഉണ്ടായിരുന്നു. നോക്കിട്ട് നമ്മള് പിന്നെ അവിടെ വെച്ച് ആണ്ടാച്ചിട്ട് പോന്നു. പിന്നെ നമ്മള് ചെറുക്കനെ അങ്ങോട്ട് എടുത്ത് പോവോ? പുലിക്കുട്ടി ഉണ്ടാവുമ്പോ അങ്ങനത്തേനൊക്കെ വേണോ അല്ലേ? പുലിക്കുട്ടി ഉണ്ടാവുമ്പോ പൂച്ചക്കുട്ടികളെ വാങ്ങാറില്ലേ? മഹേന്ദ്രന്റെ പുലിക്കുട്ടി ഉണ്ടാവുമ്പോ അവിടെ പോണേ. നമ്മളെ ചങ്കാണ്, നമ്മളെ കൽവാണ് അല്ലേ? നമ്മളെ ശരി ഇടത്തോട്ട്. ഇത് കരുവഞ്ചാലിന്നും പോണോ? വായാട്ടുപറമ്പിലേക്ക് എത്തണം. വായാട്ടുപറമ്പ കൊറേ പോകാണ്ടല്ലേ നമുക്ക്. ഇനി എന്തേരം ദൂരണ്ട്? കുറച്ചും കൂടെ അല്ലേ ഉള്ളു ഇനി കേവലം ദൂരങ്ങൾ മാത്രം. മാപ്പ് എന്തായി? 2 മിനിറ്റോ? 1.5-2 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പൊ എത്താനായി.
ഇങ്ങനത്തെ കഴിഞ്ഞിട്ട് ആ കയറ്റം കയറി കഴിഞ്ഞാൽ വായിട്ട് പറമ്പത്തില് എത്തും എത്തണം. ആ ഫുഡ് ഇപ്പൊ കഴിക്കണതോ വീട് എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാതെ? എടുത്തതിൻ്റെ ഇവര് വേണമെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് കഴിച്ചോളും. ഇങ്ങോട്ട് നല്ല നല്ല വീടുകളുണ്ടല്ലേ, കാണാൻ സ്റ്റൈല് വീടുകൾ, മോഡല് വീടുകള്. പക്ഷെ റോഡിന്റെ സൈഡില് ഇങ്ങനെ ഈ സൈഡിലല്ല, കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിരിക്കും അല്ലേ? പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വലിയ വീടുകളെ കാണുമ്പോ ഭയങ്കര ഒരു ഫീല് അല്ലേ? ഇപ്പൊ എവിടേക്ക് നോക്കിയാലും മോഡല് വീടുകളാ. അതേത് മോഡലാ ഇതേത് മോഡലാന്നുള്ള നോട്ടാണ് ഇപ്പൊ. അങ്ങനെ നമ്മള് വായിട്ട് പറമ്പെത്തി. വായിട്ട് പറമ്പ് വായാട്ട് പറമ്പ കവലയിലാണെന്ന് തോന്നുന്നു നമുക്ക്. കവലേക്ക് എത്തണോ? ഇതാണ് വായാട്ട് പറമ്പ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടെത്തും വായാട്ട് പറമ്പ കവല. അപ്പൊ നമുക്ക് എന്നാല് ഇന്നത്തെ നമ്മളെ യാത്ര വായാട്ട് പറമ്പയ്ക്കാണ്. അല്ല, ഇവിടുത്തെ ഇത് അടച്ചോ? ഹോട്ടലിലായിരുന്നു ചായ കിട്ടുന്നേ. അങ്ങോട്ട് എത്തിയോ? വായിട്ട് പറമ്പ അവിടെ എത്തില്ലേ? അത് ഞായറാഴ്ച ഉണ്ടാവില്ലേന്? ഞായറാഴ്ച അടവാ ഉണ്ടാകലില്ലേന്നു. ബീഫ് കറിയും പഴംപൊരിയും തിന്നു. അടവാണിതാ ചായ ഷോപ്പ്. ഇല്ലേ, തുറന്നില്ല. അടവാണ്. അടവാല്ലേ? ഞായറാഴ്ച ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതാണ് ഇവിടെയാണ് ഒരു വീഡിയോ പള്ളിയാണ് ഇവിടെ. അപ്പൊ നമുക്കിനി ഈ ഒരു ഏരിയയിൽ ഇവിടെ എവിടെയോ ആണ് വീഡിയോ എടുക്കാനുള്ളത്. സ്ഥലത്തിന്റെ ഉടമയെ വിളിക്കണം, വിളിച്ചിട്ട് വരാൻ പറയണം, പിന്നെ വീഡിയോ എടുക്കണം. അങ്ങനെ കുറച്ച് പണികൾ ഇനിയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില്, അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓണറുടെ നമ്പറൊക്കെ വീഡിയോക്കകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ, പരസ്യമൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തരാ. 98 95 18 18 86. നമ്പറൊന്നും തെറ്റാനൊന്നുമില്ല, കറക്റ്റ് ക്ലിയർ നമ്പറാണ്. 98 95 18 18 86 നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ. ബൈ.